പശ്ചിമേഷ്യൻ യുദ്ധം ആഴ്ചകൾ നീണ്ടേക്കാമെന്ന സൂചന നൽകി ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുമെന്നും ലക്ഷ്യം കാണുന്നതുവരെ ആക്രമണം തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാനിലേക്ക് US കരസേനയെ അയക്കാൻ രഹസ്യ ചർച്ചകൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ. ഒരു വലിയ അധിനിവേശത്തിനു പകരം കൃത്യമായ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ചെറിയൊരു വിഭാഗം സൈനികരെ അയക്കാനാണ് ട്രംപ് ആലോചിക്കുന്നത്. ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി കീഴടങ്ങൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും അവർക്ക് തിരിച്ചാക്രമിക്കാൻ കഴിയാത്ത വിധം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സൈനിക സംവിധാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ഈ സൈനിക നീക്കം ലക്ഷ്യം കാണുന്നതുവരെ തുടരുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിലും മനാമയിലും ഉണ്ടായ സ്ഫോടനങ്ങൾക്കും സൗദിക്ക് നേരെയുള്ള മിസൈൽ ആക്രമണങ്ങൾക്കും പിന്നാലെയാണ് ട്രംപിന്റെ ഈ നിർണായക പ്രസ്താവന. യുദ്ധത്തിന് ശേഷമുള്ള ഇറാനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും ട്രംപ് പങ്കുവച്ചു. വെനസ്വേലയുമായുള്ള മാതൃകയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ എണ്ണ ഉൽപാദനത്തിൽ സഹകരിക്കണമെന്നാണ് ട്രംപിന്റെ താൽപര്യം. എന്നാൽ ഈ പ്രസ്താവനയോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.